സൂറത്ത് മറിയമിലെ 34 വാക്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെയും ക്രിസ്തുവിനെയും ഇകഴ്ത്തി കാണിക്കുക, അവരുടെ വിശ്വാസം തെറ്റാണ് എന്നതിന് മുഹമ്മദിൻ്റേതായ ഒരു യുക്തി അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ചൊറിയുക എന്നതാണ് ഈ അധ്യായത്തിൻ്റെ തന്നെ ലക്ഷ്യം. അതനുസരിച്ച് ക്രിസ്തുവിൻ്റെ കഥ മുഹമ്മദിൻ്റേതായ ഒരു ആഖ്യാനത്തിലൂടെ അവതരിപ്പിച്ച ശേഷം അതാണ് മറിയമിൻ്റെ പുത്രൻ ഈസോയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. യേശുവിനെ മറിയമിൻ്റെ പുത്രൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമനുസരിച്ച് ഒരു കുട്ടിയെ അമ്മയോട് ചേർത്ത് പറയാനേ പാടില്ല. ദത്തെടുത്ത് വളർത്തുന്ന കുട്ടികളെപ്പോലും ആ കുട്ടികളുടെ യഥാർത്ഥ പിതാവിനെ കണ്ടെത്തി ആ പിതാവിൻ്റെ പേരോട് ചേർത്ത് പറയണം എന്നൊക്കെ ശാഠ്യം പിടിക്കുന്ന അതേ ഖുർആനിലാണ് ഇവിടെ ഈസാ നബിയുടെ ബാപ്പാനെ പറയാതെ ഉമ്മാൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടാണ് യേശു ദൈവപുത്രനാണ് എന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ ചൊറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 35-ാമത്തെ വാക്യം ഇതിൻ്റെ തുടർച്ചയാണ്. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് ഒരിക്കലും അനുയോജ്യമല്ല. അവൻ എത്ര പരിശുദ്ധൻ! ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയുക മാത്രമാണ് അവൻ ചെയ്യുക, അപ്പോൾ അതുണ്ടാകുന്നു. ഇവിടെ ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിനെയാണ് വലിയ യുക്തി അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിഹസിക്കുന്നത്. ഇതിനകത്തുള്ള വൈരുദ്ധ്യവും യുക്തിരാഹിത്യവും ഇതിനകത്ത് വിഡ്ഢിത്തവും എത്രത്തോളം ഭീകരമാണ് എന്ന് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും അനുയോജ്യമല്ല പോലും അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ട് എന്ന് പറയുന്നത്. അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്കാണ് ഇവിടെ കളങ്കം വരുന്നത്. അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്നതോടുകൂടി ഇതാണ് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആരോപണം. പിന്നെ പറയുന്നത് ഒരു കാര്യം ഉണ്ടാവണം എന്ന് അള്ളാഹു അങ്ങോട്ട് വിചാരിച്ചാൽ ഉണ്ടാവുക എന്ന് അതിനോടാണ്ട് പറഞ്ഞാൽ മതി, അപ്പം അങ്ങോട്ട് ഉണ്ടാവും എന്നാണ്. ആ പറഞ്ഞതും ഒരു തള്ള് മാത്രമാണ് എന്ന് ഖുർആനിലെ എല്ലാ ഉണ്ടാക്കൽ കഥകളും തെളിയിക്കുന്നുണ്ട്. കുൻ പറഞ്ഞിട്ട് ടപ്പ് എന്ന് ഉണ്ടാക്കിയ ഒരു സാധനം ഈ ഖുർആനിൽ എവിടെയും നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണില്ല. പ്രപഞ്ചം ഉണ്ടാക്കിയത് 3 ലക്ഷം കൊല്ലം നീണ്ട ഒരു കുൻപറച്ചിലൂടെയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഒരു കുൻ പറയാൻ 3 ലക്ഷം കൊല്ലത്തെ നീളം വേണം. 3 ലക്ഷം കൊല്ലം എന്ന് പറയാൻ കാരണം അള്ളാഹു 6 ദിവസം കൊണ്ട് ഈ ആകാശവും ഭൂമി ഉണ്ടാക്കി. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഒരു ദിവസം 50,000 കൊല്ലത്തിന് തുല്യമാണ് എന്ന് ഈ ഖുർആനിൽ പറയുന്നുണ്ട്. ആ കണക്ക് വെച്ചാണ് ഞാൻ 3 ലക്ഷം കൊല്ലം എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് ഈ പ്രപഞ്ചം ഉണ്ടാവണം എന്നങ്ങോട്ട് വിചാരിച്ചാൽ കുൻ എന്നങ്ങോട്ട് പറഞ്ഞാൽ ഉണ്ടാവുമെങ്കിൽ പിന്നെ അള്ളാഹു എന്തിനാണ് ഈ 3 ലക്ഷം കൊല്ലം നീണ്ട കുൻ പറയാൻ പോയത്? അപ്പോൾ തള്ളു മാത്രമാണ് ഈ കുൻ പറച്ചിൽ എന്നർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കുന്നത് അള്ളാഹു കുൻ പറഞ്ഞിട്ടല്ല. അള്ളാഹു നേരിട്ട് വന്നിട്ടോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റൂഹിനെ മനുഷ്യവേഷത്തിൽ പറഞ്ഞയച്ചിട്ടോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യസ്ഥനായ ജിബ്രീൽ എന്ന് പറയുന്ന ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ടോ മറിയമിൻ്റെ ഫർജിൽ പോയി ഊതിയിട്ടാണ് ഈ യേശു ക്രിസ്തു ഉണ്ടാവുന്നത് എന്നാണ് ഈ ഖുർആൻ കഥ പറയുന്നത്. അള്ളാഹുവിന് ആകാശത്ത് കുത്തിയിരുന്നിട്ട് കുൻ പറഞ്ഞാൽ യേശു ക്രിസ്തു ടപ്പ് എന്നാണ് ഉണ്ടാവില്ലേ? പിന്നെ എന്തിനാണ് അള്ളാഹു ഈ വൃത്തികേടൊക്കെ ചെയ്യാൻ പോയത്? ഈ ചെയ്ത വൃത്തികേട് മുഴുവൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് അനുയോജ്യമായ കാര്യമാണോ? അതൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത കാര്യമാണ് അള്ളാഹു ചെയ്തതായി ഈ ഖുർആനിൽ പറയുന്നത്. ഒരു മനുഷ്യ സ്ത്രീയുടെ ഫർജിൽ വന്ന് ഊതി ആ മനുഷ്യ സ്ത്രീക്ക് ഗർഭമുണ്ടാക്കുക, എന്നിട്ട് ആ ഗർഭത്തിൽ ജനിച്ച കുട്ടിയെക്കുറിച്ച് നാട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ അപഖ്യാതികൾ പറഞ്ഞ് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള വൃത്തികേടുകളെല്ലാം ചെയ്ത് മാനക്കേടുകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയുടെ ബാപ്പ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു കുത്തിപ്പോകുന്ന ഒരു അള്ളാഹു. എന്ത് പരിശുദ്ധിയാണ് ഈ അള്ളാഹുവിന് ഈ ഖുർആനിലുള്ളത്? ഒരു പകൽ മാന്യനെ പോലെ സ്വന്തം കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കുന്ന, ഒട്ടും തന്നെ മാന്യതയില്ലാത്ത പരിശുദ്ധിയില്ലാത്ത ഒരു വൃത്തികെട്ട വ്യക്തിത്വമായിട്ടാണ് ഈ ഖുർആൻ അള്ളാഹു എന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. ഒരു കുൻപറച്ചിലും അള്ളാഹു എവിടെയും നടത്തിയിട്ടില്ല. അള്ളാഹുവിന് ക്രിസ്തുവിനെ ഉണ്ടാക്കാൻ ഈ വൃത്തികെട്ട പണിയൊക്കെ ചെയ്യേണ്ടി വന്നു, ഏജൻറ്റുമാർ വേണ്ടി വന്നു, ഇടനിലക്കാർ വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ എന്ത് കുൻപറച്ചിലാണ് അള്ളാഹു പറയുന്നത്? പ്രപഞ്ചം ഉണ്ടാക്കാൻ അള്ളാഹുവിന് ഒരൊറ്റ കുൻപറച്ചിലിന് 3 ലക്ഷം കൊല്ലം നീളം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കുൻപറച്ചിൽ ഒരു തള്ളാണ് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം?
ആദം നബീനെ ഉണ്ടാക്കാൻ അള്ളാഹു എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അള്ളാഹു മലക്കുകളെ നാനാഭാഗത്തേക്കും വിട്ടിട്ട് ഭൂമിയുടെ പല ഭാഗത്തുനിന്നും മണ്ണ് കൊണ്ടുവന്ന് ആ മണ്ണൊക്കെ പാടെ വെള്ളം പറന്ന് കുഴച്ച് അതുകൊണ്ട് ഉണ്ടാക്കി, മൂക്കിലോട്ടത്തി ഊതി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പണിയെടുത്തിട്ടാണ് ആദമിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ ആദമിൻ്റെ ഭാര്യയിൽ ഊരിയിട്ടൊക്കെയാണ് ഹവ്വാനെ ഉണ്ടാക്കുന്നത്. അള്ളാഹിൻ്റെ ആകാശത്തിൻ്റെ മുകളിലൊക്കെ ശരീരം കുത്തുന്നിട്ട് കുൻ പുൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഹവ്വ അപ്പം തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ കുൻ പറച്ചിൽ വെറും ഒരു തള്ളാണ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഈ ഖുർആൻ തന്നെ തെളിയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, അള്ളാഹ് കുൻ പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം നിങ്ങൾക്ക് ഈ ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അള്ളാഹ് കുൻ പറഞ്ഞു അപ്പം തന്നെ ടപ്പ് എന്നുണ്ടായ ഒരു സാധനവും ഇല്ല, എവിടെയില്ല. അപ്പോൾ പിന്നെ ഈ വീമ്പ് പറച്ചിലിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ പറയുന്നതൊന്നും ചെയ്യുന്നത് അതിന് നേരെ വിരുദ്ധവുമാണെങ്കിൽ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും മാന്യതക്കും ചേർന്ന പണിയാണ്. ഈ ഖുർആനിലെ അള്ളാഹു എന്ന ദൈവം ഒരു ദൈവത്തിൻ്റെ മാന്യതയ്ക്കോ പരിശുദ്ധിക്കോ അന്തസ്സിനോ ചേർന്ന കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തിട്ടുള്ളത് മുഴുവനും. അതിലേക്ക് ഞാൻ വരാം. അടുത്ത വാക്യം, നിശ്ചയമായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു, അതുകൊണ്ട് അവനു നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഇതാണ് നേരായ മാർഗം. ഈ വാക്യം ആര് പറഞ്ഞതാ? അള്ളാഹു എൻ്റെ രക്ഷിതാവാണ് എന്ന് പറയുന്നത് ആരുടെ രക്ഷിതാവാണെന്നാണ് ഈ പറയുന്നത്? ഖുർആൻ അനുസരിച്ച് ഇത് അള്ളാഹുവിൻ്റെ വാക്യമാണെങ്കിൽ ആ അള്ളാഹുവിന് വേറൊരു അള്ളാഹു രക്ഷിതാവായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, ഇത് പറഞ്ഞത് മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെ ആണെങ്കിൽ ഇത് മുഹമ്മദിൻ്റെ വാക്യമാണ്. ഇവിടെ അള്ളാഹു വരുന്നേ ഇല്ല. നിശ്ചയമായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു, അതുകൊണ്ട് അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഇതാണ് നേരായ മാർഗം എന്ന് മുഹമ്മദ് തൊള്ളയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സ്വന്തം നിലക്ക് പറഞ്ഞ ഈ കാര്യം ആരോ പെറുക്കിക്കൊണ്ടുവന്നിട്ട് ഖുർആനിൽ എഴുതി ചേർത്തതാണ്. കാരണം മുഹമ്മദ് ഇങ്ങനെ വെളിച്ചപ്പാട് തുള്ളിയിട്ട് അള്ളാൻ്റെ വെളിപാടും മുഹമ്മദിൻ്റെ വെളിപാടും കൂടെ ഒപ്പം പറഞ്ഞപ്പോൾ ഇത് രണ്ടും തിരിച്ചറിയാതെ പെറുക്കിക്കൊണ്ടുവന്ന് ഖുർആനിൽ എഴുതി വെച്ചതാണിത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഒരു തള്ളക്കുരങ്ങ് കുട്ടിക്കുരങ്ങുകളെ പുളിങ്ങ എറിഞ്ഞു കൊടുത്തിട്ട് ചാടിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞല്ലോ. കുറേ പുളിങ്ങ ഇട്ടുകൊടുത്ത് കുരങ്ങൻ കുട്ടികൾ പുളിങ്ങ അങ്ങനെ ചാടിപ്പിടിച്ച് അവസാനം തള്ളക്കുരങ്ങിനെ അപ്പിയിടാൻ മുട്ടിയപ്പോൾ തള്ളക്കുരങ്ങ് മരത്തിൻ്റെ മുകളിൽ നിന്ന് അപ്പിയിട്ടപ്പോൾ അതും ചാടിപ്പിടിച്ച്, അതുപോലെ ചാടിപ്പിടിച്ച് കൊണ്ടുവന്ന് ഖുർആനിൽ ഉൾപ്പെടുത്തിയതാണിത്. ഇത് അള്ളാൻ്റെ വചനമല്ല, ഇത് ഭാഷാ വ്യാകരണത്തിൻ്റെ ബാലപാഠം അനുസരിച്ച് ഈ വാക്യം മുഹമ്മദിൻ്റെ വാക്യമാണ്. മുഹമ്മദാണ് പറയുന്നത്, നിശ്ചയമായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു, അതുകൊണ്ട് അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഇതാണ് നേരായ മാർഗം. ഇതിനെ അള്ളാഹുവിൻ്റെ വചനമാക്കാൻ വേണ്ടി ഇതിനെക്കാളിലും വലിയൊരു വാചകം ബ്രാക്കറ്റ് ഇട്ടിട്ട് ആദ്യം എഴുതി ചേർത്തിരിക്കുകയാണ് എല്ലാ പരിഭാഷക്കാരും. കൂറ്റനാടിൻ്റെ തഫ്സീറിൽ പരിഭാഷയിൽ ബ്രാക്കറ്റിൽ എഴുതിയ വാചകം ഞാൻ വായിക്കാം. ഈസാ നബി തൻ്റെ ജനതയോട് ഇങ്ങനെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തു എന്ന് മൂപ്പരെ വക കൂട്ടി ചേർത്തിരിക്കുകയാണ്. അള്ളാൻ്റെ കിതാബിൽ അള്ളാഹ് എഴുതിയ ഒരു വാചകത്തിൻ്റെ പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട്, ആ വാചകം അള്ളാൻ്റെ വാചകം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വാചകത്തിനേക്കാളും വലിയൊരു വാചകം ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതി ചേർത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ബ്രാക്കറ്റുകളിലൂടെ നാട്ടുകാർ ടിപ്പണി കൊടുത്തിട്ടാണ് ഈ ഖുർആനിലെ വാക്യങ്ങൾക്ക് അർത്ഥമുണ്ടായിട്ടുള്ളത്. അതാണ് MT വാസുദേവൻ നായരുടെ അടുത്തേക്ക് ആരോ ഖുർആനും കൊണ്ട് ചെന്നപ്പോൾ നിങ്ങളിത് വായിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആ ബ്രാക്കറ്റ് ഇല്ലാത്ത ഖുർആൻ കൊണ്ടുവന്നാൽ ഞാൻ വായിച്ചോളാം എന്ന് MT പറഞ്ഞത്. കാരണം ഇതിനകത്ത് മുഴുവൻ ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിലുള്ളത് അള്ളാൻ്റെ വചനമല്ല, ബ്രാക്കറ്റിലുള്ളത് നാട്ടുകാർ എഴുതി ചേർത്താണ്. നാട്ടുകാർ എഴുതി ചേർത്തിട്ട് വേണം അള്ളാൻ്റെ ഒരു വചനത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ. ഇത് പറഞ്ഞുകൊണ്ട് നടന്ന, ഇത് വെളിപാടാണെന്നും പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്ക് വെളിവുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ പടച്ചോൻ ഈ മാതിരി വെളിവില്ലാത്ത വർത്താനമൊന്നും പറയില്ല. ആരാണ് പറയുന്നതെന്ന് പോലും വ്യക്തമാവാത്ത രീതിയിൽ ഗ്രാമർ ഇല്ലാതെ വർത്താനം പറയലാണോ ഒരു പടച്ചോൻ്റെ പണി? ഇതൊക്കെ ഒരു പടച്ചോൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന പണിയാണോ? കുട്ടികളുണ്ടാവുന്നത് മാത്രമല്ല പരിശുദ്ധി, ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ള 6000-ൽ പരം വാക്യങ്ങളും. ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെക്കാവുന്ന മണ്ടത്തരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണ് ഈ ഖുർആനിലെ മുഴുവൻ വാക്യങ്ങളും. എന്നിട്ട് ആ അള്ളാഹു ആണ് പുത്രൻ ഉണ്ടാകുന്നത് പരിശുദ്ധിക്ക് കളങ്കമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഫർജിൽ ഊതാൻ പോകുന്നത് പരിശുദ്ധിക്ക് ഒരു കളങ്കം ഉണ്ടാക്കില്ല. ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടാവ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ദൈവം, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും രക്ഷകനുമായ ദൈവം ഈ ഭൂമിയിലെ ഒരു മനുഷ്യ സ്ത്രീ എന്ന ഒരു നിസ്സാര ജന്തുവിൻ്റെ ഫർജിലേക്ക് ഊതാൻ വരിക. എന്നിട്ട് ആ
സ്ത്രീ ഗർഭം ധരിക്കുക, എന്നിട്ട് ആ സ്ത്രീ കുട്ടീനെ പ്രസവിക്കുക. ഈ കുട്ടീൻ്റെ ബാപ്പ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറയാം. ഞാനല്ല എന്ന് പറയുന്നതിന് കാരണം പറയുന്നത് അത് എൻ്റെ പരിശുദ്ധിക്ക് കുഴപ്പമുണ്ടാക്കുമെന്ന്. എന്നാൽ പരിശുദ്ധിക്ക് കുഴപ്പമുണ്ടാക്കുമെങ്കിൽ ഈ മാതിരി പണിക്ക് പോകേണ്ടിയിരുന്നോ? അവിടെ ഇരുന്ന് പറഞ്ഞുണ്ടാക്കിയാൽ പോരായിരുന്നില്ലേ? അടുത്ത വാക്യം, പിന്നീട് അവർക്കിടയിൽ നിന്ന് കക്ഷികൾ ഭിന്നാഭിപ്രായക്കാരായി തീർന്നു. ഗൗരവമേറിയ ഒരു ദിവസം വന്നെത്തുക മൂലം ആ നിഷേധികൾക്ക് വമ്പിച്ച നാശം. ഇവിടെ പിന്നീട് അവർക്കിടയിൽ നിന്ന് കക്ഷികൾ ഭിന്നാഭിപ്രായക്കാരായി തീർന്നു. അവർക്കിടയിൽ പിന്നീട് തർക്കമുണ്ടായി തീർന്നു. ആർക്കിടയിലാണ് തർക്കം ഉണ്ടായത്? വ്യക്തതയില്ല. ഇവിടെ പല അഭിപ്രായമുണ്ട്. ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ പല ഗ്രൂപ്പുകളുണ്ടായി. ഈ ക്രിസ്തുവിൻ്റെ പദവിയെക്കുറിച്ച് തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ പല അഭിപ്രായ ഭിന്നതകളുണ്ടായി, പല ഗ്രൂപ്പുകളുണ്ടായി. അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം, ക്രിസ്തു വന്നപ്പോൾ ജൂതന്മാർ അവിഹിത ഗർഭം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും ക്രിസ്തുവിനെ തന്നെ നിഷേധിക്കുകയും ക്രിസ്തു മതത്തെ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ അടി തുടങ്ങി. അതാണ് ഇവിടെ ഭിന്നത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വേറൊരു വ്യാഖ്യാനം. ഇങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് അർത്ഥമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് നാട്ടുകാർ. അള്ളാഹു പറഞ്ഞ കാര്യം ആരെക്കുറിച്ചാണ്, എന്ത് ഭിന്നതയാണ്, ഇതൊന്നും ആർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് അള്ളാഹു ഓരോരോ വർത്താനം പറയുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് ചേർന്നതാണോ ഇങ്ങനെ തലിയും പാലും ഇല്ലാതെ വർത്താനം പറയാന്നുള്ളത്? ഇവിടെ ഗൗരവമേറിയ ഒരു ദിവസം വന്നെത്തുക എന്ന് പറഞ്ഞ ആ ഒരു ദിവസത്തെക്കുറിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസം. വിചാരണ ദിവസമാണ്, ലോകാവസാന ദിവസമാണ്, അത് കഴിഞ്ഞ് ശിക്ഷ നടക്കുന്ന ദിവസമാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അത് കൂടാതെ വേറെ ചില അഭിപ്രായങ്ങളുമുണ്ട്. ക്രിസ്ത്യാനികൾ അപമാനിതരായ ഒരു ദിവസം പിന്നീട് ചരിത്രത്തിലുണ്ടായി. ഉമ്മറിൻ്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികളുടെ ഈ ക്രിസ്തുവൊക്കെ ജനിച്ചു എന്ന് പറയുന്ന ജെറൂസലേമിൽ തന്നെ ഉണ്ടായ സംഭവം. ജെറൂസലേമിൻ്റെ അധികാരം ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെടുകയും മുസ്ലിങ്ങൾ അവിടെ പിടിച്ചടക്കുകയും എന്നിട്ട് മുസ്ലിങ്ങൾ അവിടെ മസ്ജിദുൽ അക്സയും ബൈത്തുൽ മുഖദ്ദിസും ഒക്കെ പള്ളിയാക്കി മാറ്റുകയും ചെയ്തു. ഇത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ അമ്പരപ്പിച്ച് കളഞ്ഞ ഒരു സംഭവമാണ് ചരിത്രത്തിൽ. അതുകൊണ്ട് ആ ദിവസത്തെയാണ് ഇവിടെ ദുഃഖമുണ്ടാക്കുന്ന ദിവസം എന്ന് പറഞ്ഞത് എന്ന വ്യാഖ്യാനവും ഉണ്ട്. അമാനി മൗലവിയൊക്കെ ആ വ്യാഖ്യാനം കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്ന ഭിന്നിപ്പ്? ആര് തമ്മിലാണ് ഭിന്നിപ്പ്? എന്താണ് ഈ ദുഃഖിക്കുന്ന ഗൗരവമേറിയ ദിവസം? ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല, ഒരു തിട്ടവുമില്ല. ഒക്കെ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വ്യാഖ്യാതാക്കൾ കിടന്നുരുളാണ്. ഇങ്ങനെയാണ് പരിശുദ്ധിക്ക് കളങ്കമില്ലാത്ത, മാന്യതയ്ക്ക് കോട്ടം തട്ടാത്ത അള്ളാഹു എന്ന പടച്ചോൻ ഖുർആനിലൂടെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. 38, നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമാണ് ഉണ്ടായിരിക്കുക. പക്ഷേ ഇന്ന് ആ അക്രമികൾ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു. ഏതക്രമികളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? ക്രിസ്ത്യാനികളെക്കുറിച്ചാണെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. പക്ഷേ ഇവിടെ അത് വ്യക്തമല്ല. ഇവിടെ അക്രമികൾ എന്ന് പറയുന്നത് ആരെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുക്കൽ വരുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന ദിവസം, നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമാണ് ഉണ്ടായിരിക്കുക. അന്ന് അവരുടെ കേൾവിക്കും കാഴ്ചയ്ക്കൊക്കെ ഇന്നുള്ളതിനേക്കാൾ വ്യക്തതയും മൂർച്ചയും ഉണ്ടായിരിക്കും എന്നാണ് ഇതിന് വ്യാഖ്യാനമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ ഖുർആനിലെ 17-ാം അധ്യായത്തിലെ 97-ാമത്തെ വാക്യം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അക്രമികളും അവിശ്വാസികളും വഴിപയച്ചവരുമായ ആൾക്കാരെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അവർക്ക് കണ്ണേ കാണൂല, അവർക്ക് കാതേ കേൾക്കൂല, അവർക്ക് മിണ്ടാനും വയ്ക്കൂല. അവർ അന്ധരും ബധിരരും മൂകരുമായിട്ടാണ് പുനർജനിപ്പിക്കുക എന്നാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നത് അവർ പുനർജനിക്കുമ്പോൾ അവർക്ക് ഇവിടെ ഉള്ളതിനേക്കാളും കാഴ്ചയും കേൾവിയും ഉണ്ടാകും എന്നാണ്. ഇതാണ് പടച്ചോൻ്റെ കോലം. ഒരു സ്ഥലത്ത് പറഞ്ഞത് എന്താണെന്ന് ഓർക്കാതെ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വേറൊരു സ്ഥലത്ത് പറയുക. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു ചവറ്റുകൂനയായിട്ട് ഈ പുസ്തകം മാറി. ഇജാതി ഒരു പുസ്തകം എഴുതുന്നത് ഒരു ദൈവത്തിൻ്റെ അന്തസ്സിനും പരിശുദ്ധിക്കും നിരക്കുന്നതാണോ? ദൈവം എന്ന സങ്കല്പത്തിൻ്റെ അന്തസ്സിനും പരിശുദ്ധിക്കും ഏറ്റവും കൂടുതൽ കളങ്കമുണ്ടാക്കിയിട്ടുള്ളത് ഈ പുസ്തകമാണ്.
ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും തന്നെയാണ് ഒരു ദൈവത്തിന് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാതെ ദൈവത്തിന് ക്രിസ്തു എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായതല്ല അപമാനം. പുത്രൻ ഉണ്ടാവുക എന്ന് പറയുന്നതൊന്നും അത്ര വലിയ അപമാനമുള്ള കാര്യമൊന്നുമല്ല. അത് അപമാനമാണ് എന്ന് മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയത് മുഹമ്മദിന് തൽക്കാലം ക്രിസ്ത്യാനികളോടുള്ള ചുരുക്ക് തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം മുഹമ്മദിന് ക്രിസ്ത്യാനിയും ജൂതനൊന്നും അവിടെ ഉണ്ടാവുന്നത് ഇഷ്ടമല്ലായിരുന്നു അവസാന ഘട്ടത്തിൽ. ആദ്യഘട്ടത്തിൽ ഇവരൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ഇവരുടെ എല്ലാം കഥ കോപ്പി അടിച്ച് ഈ മണ്ടത്തരം മുഴുവൻ ഇതിനകത്ത് എഴുതി വെച്ചു. പിന്നീട് അവരൊരിക്കലും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ എഴുതി വെച്ച മണ്ടത്തരങ്ങൾ മുഴുവൻ മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും തന്നെ പാരയായി മാറി. പിന്നെ അതിന് വിരുദ്ധമായിട്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അതിന് വിരുദ്ധമായ കഥകൾ വേറെ പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ഈ വൈരുദ്ധ്യം വന്നത്. ഇവിടെ മറിയമ്മിൻ്റെ ഫർജിൽ ഊതാൻ പോയതൊക്കെ അതുകൊണ്ടാണ്. ഈ ക്രിസ്ത്യാനികൾ ആദ്യം സോപ്പിടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഉണ്ടായ കുട്ടി അള്ളാൻ്റെ കുട്ടിയല്ല എന്ന് മാറ്റി പറയേണ്ടി വന്നു. അപ്പോഴാണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തന്നെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത, ദൈവത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത വൈരുദ്ധ്യങ്ങളായിട്ടും മണ്ടത്തരങ്ങളായിട്ടും ഭവിച്ചത്. ഇന്ന് ആ അക്രമികൾ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു. ഏത് അക്രമികൾ? ഏത് ദുർമാർഗത്തിൽ? ദൈവത്തിന് പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുക വഴി ക്രിസ്ത്യാനികളാണ് അക്രമികളായത് എന്നാണ് വ്യാഖ്യാനം. 39 നെടും ഖേദത്തിൻ്റെ ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും വിധിക്കപ്പെടുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. അവർ അശ്രദ്ധയിലാണ്, അവർ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവിടെ വീണ്ടും നെടും ഖേദത്തിൻ്റെ ദിവസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അത് ആദ്യം പറഞ്ഞ ദിവസമല്ല, ഇത് വേറെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ വ്യാഖ്യാനമുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൈത്തുൽ മുഖദ്ദിസും ജെറൂസലേമും ഉമ്മറിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾ പിടിച്ചടക്കിയ ആ ഖേദത്തിൻ്റെ ദിവസത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വ്യാഖ്യാനിച്ചത് ഈ വാക്യത്തിനാണ്. ആദ്യം വായിച്ച വാക്യത്തിലെ ഖേദത്തിൻ്റെ ദിനം എന്ന് പറയുന്നത് വിചാരണ ദിവസമാണ് എന്നും ഇതിൽ പറയുന്ന ഖേദത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് മറ്റേ ഖേദത്തിൻ്റെ ദിവസമാണെന്നും മുസ്ലിങ്ങൾ ജെറൂസലേം പിടിച്ചടക്കിയ ദിവസമാണ് എന്നുമൊക്കെയാണ് വ്യാഖ്യാനം. 40 നിശ്ചയമായും ഭൂമിയെയും അതിലുള്ളവരെയും നാം തന്നെ അനന്തരാവകാശമായി എടുക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്ക് തന്നെ അവർ മടക്കപ്പെടുകയും ചെയ്യും. ഇനി ഇവിടെ നിന്നങ്ങോട്ട് ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുകയാണ്. നരകം പറഞ്ഞിട്ടും വിചാരണ പറഞ്ഞിട്ടും പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുന്നതാണ്. ഇനി ഇവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നത്, ദൈവത്തിന് മക്കളുണ്ടാവുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതുമായൊരു കാര്യമാണ് എന്നാണ് ഖുർആൻ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ മക്കളുണ്ടാവുക എന്ന് പറയുന്നത് ഇത്ര പരിശുദ്ധിക്ക് കുഴപ്പമുള്ള കാര്യമാണോ? അവിഹിത ബന്ധത്തിന് പോകുന്നതാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ പരിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കുന്ന കാര്യമായിട്ട് കരുതുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ അള്ളാഹു അവിടെ ഇരുന്ന് കുൻ പറയുന്നതിന് പകരം ഒരു അവിഹിത ഗർഭത്തിന് പോവുകയാണ് ചെയ്തത്. അത് സ്വയം പോയാലും ശരി, റൂഹിനെ പറഞ്ഞയച്ചാലും ശരി, മലക്കിനെ പറഞ്ഞയച്ചാലും ശരി, ഒരു കാര്യസ്ഥനെ പറഞ്ഞയച്ചിട്ടായാലും ശരി, അള്ളാഹു ചെയ്തത് ഒരു അന്തസ്സ് കെട്ട പണിയാണ്. ആ അന്തസ്സ് കെട്ട പണി ചെയ്തു എന്ന് എഴുതിയ അതേ ഖുർആനിൽ തന്നെയാണ് അള്ളാഹുവിന് അതിലൂടെ മകനുണ്ടായി എന്ന് പറയുന്നത് പരിശുദ്ധിക്ക് കളങ്കമാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് പകൽമാന്യത എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വഷളത്തരം. നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരു കുട്ടിയെ അവിഹിതമായ മാർഗത്തിൽ രഹസ്യമായിട്ട് ഉണ്ടാക്കുകയും എന്നിട്ട് അതിൻ്റെ പിതൃത്വം ആരോപിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന പകൽമാന്യതയാണ് അന്തസ്സ് കെട്ട പണിയായിട്ട് നമ്മളൊക്കെ കരുതുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും അന്തസ്സ് കെട്ട പണിയാണ് അള്ളാഹു ഇവിടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു വീമ്പ് പറയുന്നത് പോലെ ആകാശത്തിരുന്ന് കുൻ പറഞ്ഞിട്ടല്ല ക്രിസ്തുവിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേറെ ഏജൻറ്റുമാരെ വിട്ടിട്ടാണ് ഈ പണി ചെയ്തതെങ്കിൽ പോലും പിതൃത്വം നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ അണ്ടവും അച്ഛൻ്റെ ബീജവും ഇത് രണ്ടും ചേർന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണ് എന്നറിയാൻ, ഈ അമ്മയും അച്ഛനും ആരാണ് എന്നറിയാൻ ഇന്ന് ശാസ്ത്രീയമായ മാർഗമാണ് DNA ടെസ്റ്റ്. അങ്ങനെ DNA ടെസ്റ്റ് നടത്തിയാൽ പിതാവ് ആരാണ് എന്ന് കണ്ടെത്തുന്നത് ഏത് ബീജത്തിൻ്റെ ഉടമയാണ് എന്ന അർത്ഥത്തിലാണ്. ആ ബീജം അവിടെ എത്തിയത് എങ്ങനെ എന്ന് പരിഗണിക്കേണ്ടതില്ല DNA ടെസ്റ്റിൽ. ബീജം ഇന്ന് നേരിട്ട് ലൈംഗികമായ ബന്ധത്തിലൂടെ അല്ലാതെ, ഇൻ്റർകോഴ്സിലൂടെ അല്ലാതെ എത്തിക്കാൻ കഴിയും സ്ത്രീയുടെ അണ്ടത്തിൽ. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ എന്നൊക്കെ പറയുന്ന ഏർപ്പാടുണ്ട്. ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചിട്ടും മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും ബീജസങ്കലനം നടത്താനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു കുട്ടിയുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ DNA പരിശോധിച്ചാൽ ആരായിരിക്കും കുട്ടിയുടെ പാപ്പ? ബീജത്തിൻ്റെ ഉടമയായിരിക്കും. ആ ബീജത്തിൻ്റെ ഉടമ ചിലപ്പോൾ
നേരത്തെ മരിച്ചുപോയ ആളാവാം, ബീജബാങ്കിലൊക്കെ സൂക്ഷിച്ച ബീജമാവാം. അതല്ലെങ്കിൽ ആ ബീജത്തിൻ്റെ ഉടമ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായ കാര്യം. പക്ഷേ DNA ടെസ്റ്റിൽ ആ ബീജത്തിൻ്റെ ഉടമയാണ് കുട്ടിയുടെ പിതാവായിട്ട് വരിക. ഇവിടെ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയിട്ട് DNA ടെസ്റ്റ് നടത്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ ബാപ്പ ആരായിട്ടാണ് വരിക? കൊടുത്തയച്ചത് അള്ളാഹു ആണെങ്കിൽ അത് റൂഹ് കൊണ്ടെന്നാലും മലക്ക് കൊണ്ടെന്നാലും ആര് കൊണ്ടെന്ന് ഊതിയാലും ശരി, അതിൻ്റെ DNA പിതാവായിട്ട് വരിക അള്ളാഹു ആണ്. അപ്പോൾ DNA ടെസ്റ്റിൽ പോലും യേശുവിൻ്റെ പിതാവ് അള്ളാഹു ആണ് എന്ന് വരും ഖുർആനിലെ ഈ ഫർജിലൂത്തിൻ്റെ കഥ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ പിതൃത്വവും അള്ളാഹുവിൻ്റെ ഈ പുത്രൻ എന്നുള്ള സങ്കല്പവും ഒക്കെ ദൈവത്തിൻ്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അവിടെ എന്ത് പരിശുദ്ധിയാണ് കുറയാൻ പോകുന്നത്? മക്കളുണ്ടാകുന്നത് പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഒരു കാര്യമാണ്. മക്കളുണ്ടാകുന്നത് അഭിമാനകരമായ കാര്യമല്ലേ? മക്കളുണ്ടാകുമ്പോഴല്ലേ നമ്മളുടെ ഉള്ളിലുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ കുറച്ചുകൂടെ ആർദ്രമാവുക. നമുക്ക് സ്വന്തമായി മക്കളുണ്ടാകുമ്പോഴല്ലേ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യത്വമുള്ളവരായി മാറുക. അതുപോലെ തന്നെയല്ലേ ദൈവങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടിമ എന്നും പറഞ്ഞിട്ട് കയറിയിരിക്കുന്നത്? സ്വന്തം സൃഷ്ടികളൊക്കെ അടിമകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഉടമസ്ഥാനത്തും യജമാന സ്ഥാനത്തും കയറിയിരുന്നിട്ട് ഈ അടിമത്തത്തിൻ്റെ വൃത്തികെട്ട സംസ്കാരം എന്തിനാണ് ഈ ദൈവത്തിൽ ആരോപിച്ചിട്ടുള്ളത്? ആ ദൈവം ഉടമയാണെന്നും മനുഷ്യരൊക്കെ അടിമകളാണ് എന്നും പറയുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന വർത്തമാനം. നേരെ മറിച്ച് ദൈവം പിതാവാണെന്നും മനുഷ്യരൊക്കെ മക്കളാണ് എന്നും പറയുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ആർദ്രമാണ്, കുറച്ചും കൂടെ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയാണത്. അവിടെ കുറച്ചും കൂടെ നന്മ വരുന്നുണ്ട്, അവിടെ കുറച്ചും കൂടെ സ്നേഹം വരുന്നുണ്ട്, കുറച്ചും കൂടെ സൗന്ദര്യം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ്? ഇത് അങ്ങേയറ്റം മുരടിച്ച വരണ്ട ആശയമാണ്. ദൈവം യജമാനൻ, മനുഷ്യരൊക്കെ അടിമകൾ, എന്നിട്ട് ദൈവം അവിടെ ഇരുന്നു കൊണ്ട് കൊടും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ആ ക്രൂരതകളെല്ലാം കണ്ണും പൂട്ടി അംഗീകരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അന്ധമായിട്ട് അടിമകളായി അനുസരിച്ച് അടിമപ്പണി ചെയ്യുക എന്ന സങ്കല്പം അടിമത്തത്തിൻ്റെ കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള വരണ്ട സങ്കല്പമാണ്. നേരെ മറിച്ച് പിതാവ് പുത്രൻ എന്നുള്ളത് കുറച്ചും കൂടെ വാത്സല്യവും സ്നേഹവും ആർദ്രതയുമുള്ള സങ്കല്പമാണ്. ദൈവത്തിൻ്റെ അന്തസ്സിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? ദൈവം അങ്ങനെ യജമാനായിരുന്നിട്ട് അടിമപ്പണി ചെയ്യിക്കുന്നതാണോ? ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മനുഷ്യരെ ഭീകരമായി ആക്രമിക്കുകയും ഭീകരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്നതാണോ ഒരു ദൈവത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്ത കാര്യം? അതോ പുത്രനായി കാണുകയും പുത്രനിലൂടെ മനുഷ്യരാശിയെ മൊത്തം ഒരു വാത്സല്യമുള്ള പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണോ ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്നത്? സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതിനേക്കാൾ വരണ്ട വേറൊരു വിശ്വാസത്തിൻ്റെ ആൾക്കാർ കയറി വന്നാൽ സ്വയം പരിഹാസ്യരാവുക എന്നത് മാത്രമായിരിക്കും അതിൻ്റെ ഫലം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഖുർആൻ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നിടത്ത് ഖുർആൻ സ്വയം പരിഹാസ്യമാവുകയാണ് ചെയ്യുന്നത്. ഖുർആനിലെ ദൈവം കൂടുതൽ അപഹാസ്യനാവുകയാണ് ചെയ്യുന്നത്. ഇനി ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്നതുമായ കാര്യങ്ങളാണോ ഈ ഖുർആനിലൂടെ ഈ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ? ഈ ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അന്തസ്സുള്ള ഒരു ദൈവമാണോ? അതോ അന്തസ്സ് കെട്ട ഒരു പരിശുദ്ധിയുമില്ലാത്ത ദൈവമാണോ? നിരവധി ഉദാഹരണങ്ങൾ, നൂറുകണക്കിന് ഉദാഹരണങ്ങളിലൂടെ ഇവിടെ ഈ നിന്ന നിപ്പിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയും. സമയക്കുറവുകൊണ്ട് ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം. എന്തായിരുന്നു ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് 10 കൊല്ലം മദീനയിൽ മുഹമ്മദിൻ്റെ കൂടെ പണി? മുഹമ്മദിനെ ഒരു ദൂതനാക്കി അങ്ങോട്ട് അയച്ചിട്ട് പിന്നെ ഈ ദൂതൻ്റെ അടുക്കളയിൽ കാര്യസ്ഥനായി പണിയെടുക്കുകയായിരുന്നു 10 കൊല്ലം ഈ അള്ളാഹു. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അവിടെ ഇരുന്ന് കുൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് വീമ്പ് പറയുന്ന അള്ളാഹു എന്ന പടച്ചോൻ മദീനയിൽ 10 കൊല്ലം മുഹമ്മദിൻ്റെ അടുക്കളയിൽ പരിചാരകനായിട്ടും കാര്യസ്ഥനായിട്ടും പണിയെടുക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ അന്തസ്സ് കെട്ട പണി ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ ഖുർആനിൽ കാണാം. മുഹമ്മദിൻ്റെ വീട്ടിലാരെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോട് പോകാൻ പറയുക. മുഹമ്മദിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളെന്തെങ്കിലും വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അവരെ നിങ്ങളെ കാര്യം തീർത്ത് വേറെ പെണ്ണ് കെട്ടിക്കുന്നതിന് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു മുഹമ്മദിൻ്റെ പണി. മുഹമ്മദ് ഈ ഭാര്യമാരുടെ ഇടയിൽ വെപ്പാട്ടികളെയും മറ്റ് സ്ത്രീകളെയും ഒക്കെ വെച്ചുകൊണ്ട് നടത്തിയിരുന്ന വൃത്തികേടുകൾക്കെല്ലാം ചൂട്ടുപിടിച്ചുകൊണ്ട് അതൊക്കെ നിനക്ക് ഞാൻ അനുവദിച്ചു തന്നതാണ്, ഭാര്യമാരെ ഇഷ്ടം നോക്കിയിട്ട് നീ അങ്ങൊന്ന് പെരുമാറാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യസ്ഥൻ അവിടെ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പണി പോലും ചെയ്യുന്നതായിട്ട് കാണാം.
നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ വന്നോളിയും, മുഹമ്മദിന് ഇതൊക്കെ ഹലാലാക്കി തന്നിരിക്കുന്നു, ശരീരം ദാനം ചെയ്തോളിയും എന്ന് പറയുന്ന തനി കൂട്ടിക്കൊടുപ്പുകാരൻ്റെ ശബ്ദം പോലും ഈ ഖുർആനിൽ ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ്. ഇതിൽ പരം ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന ഏർപ്പാട് വേറെന്താ ഉള്ളത്? ഒരു ദൈവത്തിന് ഇതാണോ പണി? ഭൂമിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ പിന്നാലെ ഇങ്ങനെ കാര്യസ്ഥം പണി എടുക്കുകയും അയാളെ വീട്ടിലെ പരിചാരക ജോലി ചെയ്യുകയും അയാൾക്ക് പെണ്ണ് കൂട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യലാണോ ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ അന്തസ്സുള്ള പണി? ഇതൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന കാര്യമായിട്ട് എന്തേ ഈ ഖുർആൻ വായിക്കുന്ന മുസ്ലിങ്ങൾക്ക് തോന്നാത്തത്? എന്നിട്ട് അവരാണോ, ഈ ഖുർആനാണോ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ നേരെ ഈ അന്തസ്സും പരിശുദ്ധിയും പറഞ്ഞു വരുന്നത്? കാര്യസ്ഥം പണി മാത്രമല്ല, മുഹമ്മദിൻ്റെ പരിചാരക വൃത്തി ചെയ്യുക മാത്രമല്ല, മുഹമ്മദിൻ്റെ പിന്നിൽ ഒരടിമയെപ്പോലെ മുഹമ്മദിന് സലാത്തും ചൊല്ലി നടക്കുന്നു ഈ അള്ളാഹു എന്ന് ഈ ഖുർആനിൽ വഷളത്തരം എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവും മലക്കുകളും മുഹമ്മദിന് സലാത്ത് ചെല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും മുഹമ്മദിന് സലാത്ത് ചെല്ലുവിൻ എന്നാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണോ ഒരു ദൈവത്തിൻ്റെ അന്തസ്സ്? ഇതാണോ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത്? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പിന്നാലെ, മുഹമ്മദ് അവിടുത്തെ ഒരു ഗോത്രത്തലവൻ രാജാവുമായി മാറിയപ്പോൾ ആ മുഹമ്മദിൻ്റെ പിന്നാലെ തലീകെട്ട് അരയിൽ ചുറ്റിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് കാര്യസ്ഥനെ പോലെ പിന്നാലെ നടന്ന് തലയും ചൊറിഞ്ഞിട്ട് സലാത്തും ചൊല്ലി നടക്കുകയായിരുന്നു അള്ളാഹു 10 കൊല്ലം. മുഹമ്മദിന് സലാത്ത് ചൊല്ലിയായിരുന്നു അള്ളാഹുവിന് പണി എന്നാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്, മലക്കുകളെയും കൂട്ടിയിട്ട്. എന്നിട്ട് ഇത് അന്തസ്സ് കെട്ട പണിയാണെന്നും ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്നതല്ല എന്നും ഇത് വായിച്ച വ്യാഖ്യാതാക്കൾക്കും പണ്ഡിതന്മാർക്കും മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സലാത്ത് വേറെ ഈ സലാത്ത് വേറെ എന്ന് പറഞ്ഞിട്ട് ഉരുളുകയാണ് ചെയ്തത്. അള്ളാഹുവും മലക്കുകളും മുഹമ്മദിന് സലാത്ത് ചെല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചെല്ലുവിൻ എന്ന് എഴുതി കൊടുത്ത് നിങ്ങൾ ചെല്ലാൻ പറഞ്ഞ സലാത്ത് വേറെയാണ്, അള്ളാഹ് ചെല്ലിയ സലാത്ത് വേറെയാണെന്ന് പറഞ്ഞിട്ട് സലാത്തുമ്മ കിടന്നിട്ട് ഇങ്ങനെ ഉരുളുകയാണ് ചെയ്യുന്നത്. എന്താ അങ്ങനെ ഉരുളാൻ കാരണം? ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും അന്തസ്സിനും നിരക്കാത്ത കാര്യമാണ് എന്ന് ഈ വിശ്വാസികൾക്ക് പോലും തോന്നി, പണ്ഡിതന്മാർക്ക് തോന്നി, ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി പെന്നും കടലാസ് കൊടുത്തവർക്ക് തോന്നി. അവർ എന്നിട്ട് ഉരുണ്ട് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചിട്ട് അള്ളാഹിൻ്റെ സലാത്ത് വേറെയാണ് എന്നും പറഞ്ഞിട്ട് ഉരുളാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു ഈ ഖുർആനിൽ നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്താണ്, മനുഷ്യന്മാരോട് പൈസ കടം ചോദിക്കുന്നുണ്ട്, മനുഷ്യന്മാരോട് സഹായം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഈ ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറയുന്നത്? ഇരുമ്പിറക്കി തന്നത് നിങ്ങൾക്ക് വാളുണ്ടാക്കിയിട്ട് വെട്ടിയിട്ട് യുദ്ധം ചെയ്തിട്ട് ആരാണ് സഹായിക്കുക എന്നുള്ളത് എനിക്കൊന്ന് അറിയണം, അതിനും വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ വാളുകൊണ്ട് വെട്ടി സഹായിക്കണമെന്നും മനുഷ്യർ യുദ്ധത്തിനും വെട്ടാനും പോകാൻ പൈസ കൊടുത്ത് സഹായിക്കണമെന്നും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് സഹായവും കടവും ചോദിക്കുന്ന പരിഹാസ്യനായ ഒരു കഥാപാത്രമായിട്ടാണ് ഈ ഖുർആൻ അള്ളാഹു എന്ന ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആരാണ് ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തിയത്? ഈ ദൈവത്തിനാണോ പരിശുദ്ധിയുള്ളത്? ഈ ദൈവമാണോ ദൈവപുത്രൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധി പരിശോധിക്കാൻ മീറ്ററും കൊണ്ടുപോകുന്നത്? കുന്ന് പറഞ്ഞാൽ എന്തു സാധ്യമാകുന്ന ആളാണ് ദൈവം എന്ന് തള്ളുന്നുണ്ട് ഈ ഖുർആനിൽ പലയിടത്തും. എന്നിട്ട് എന്ത് നിസ്സാര കാര്യം നടക്കണമെങ്കിലും ഇയാൾക്ക് കാര്യസ്ഥന്മാരും ഏജൻറ്റുമാരും വേണം. ഏജൻറ്റുമാരില്ലാത്ത, ഇടനിലക്കാരില്ലാത്ത, കാര്യസ്ഥന്മാരില്ലാത്ത എന്ത് ഏർപ്പാടാണ് അള്ളാഹുവിനുള്ളത്? ഇപ്പോൾ മറിയമിൻ്റെ ഫർജിൽ ഊതി ഗർഭം ഉണ്ടാക്കാൻ വരെ ഏജൻറ്റുമാരെയും കാര്യസ്ഥന്മാരെയും വേണ്ടി വന്നു. ഒരാളെ ആശ്രയിക്കേണ്ടാത്ത, ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത സർവ്വസമ്പൂർണനാണ് ഞാൻ, കുൻ പറഞ്ഞാൽ എന്തും സാധ്യമാകുന്ന ആളാണ് ഞാൻ എന്നൊക്കെ വീമ്പ് പറയുന്ന ആൾ എന്തിനാണ് ഈ തോട്ടിമേലെ തോട്ടിയെട്ടിയിട്ട് ഏജൻറ്റുമാരെയും കാര്യസ്ഥന്മാരെയും അഞ്ചൽക്കാരെയും വെച്ചിട്ട് ഏർപ്പാട് നടത്തുന്നത്? അവിടെ ഇന്ന് ഇങ്ങനെ കുൻ പറഞ്ഞാൽ പോരെ അയാൾക്ക്? അതിലേറ്റവും വലിയൊരു വൈരുദ്ധ്യം, മൂപ്പര് ഇങ്ങോട്ട് ഇടപാട് നടത്താൻ മൂപ്പർക്ക് ഒരുപാട് തോട്ടിയെട്ടിയ ഏജൻറ്റുമാർ വേണം. മനുഷ്യരോട് നിങ്ങൾ ഇന്നെ ആരാധിക്കൂ എന്ന് പറയാൻ, നിങ്ങൾ ഇന്ന ഇബാദത്ത് ചെയ്യൂ എന്ന് പറയാൻ, വേറെ പഠിച്ചന്മാരില്ല കേട്ടോ എന്ന് പറയാൻ മൂപ്പർക്ക് നേരിട്ട് നമ്മളത് അറിയിക്കാൻ യാതൊരു മാർഗവുമില്ല. എന്നിട്ട് മൂപ്പര് ആരും കാണാത്ത മലക്കിനെ ആദ്യത്തെ ഏജൻ്റായിട്ട് അയക്കുന്നു. എന്നിട്ട് അന്തിപ്പാതിരാക്ക് ആരും കാണാത്ത നേരത്ത് ഈ ഏജൻറ്റ് ഇവിടുന്ന് ഒരു മനുഷ്യ ഏജൻറ്റിൻ്റെ ചെവിയിൽ ഓതിക്കൊടുത്തിട്ട് പോകുന്നു. എന്നിട്ട് ഈ മനുഷ്യ ഏജൻറ്റ് പുറത്തിറങ്ങിയിട്ട് ആ മനുഷ്യ ഏജൻറ്റിൻ്റെ ഭാഷയിൽ നാട്ടുകാരോട് പറയുന്നു. ഇങ്ങനെ തോട്ടി കെട്ടിയിട്ടാണ് ഇങ്ങോട്ടുള്ള ഇടപാട്. എന്നിട്ട് അതേ പടച്ചോൻ ഈ ഇടപാടിലൂടെ നമ്മളോട് പറയുന്നത് അങ്ങോട്ട് ഇടനിലക്കാർ പാടില്ല, അത് സിർക്കാണ് എന്ന്. പടച്ചോനോട് അങ്ങോട്ട് ഇടപാട് നടത്താൻ ഏജൻറ്റുമാർ പാടില്ല എന്ന് ഇങ്ങോട്ട് പറയാൻ മൂപ്പര് ഏജൻറ്റ് വെച്ചിട്ടിട്ടാണ് വരുന്നത്.
ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്ന പണിയാണോ? ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന പണിയാണോ? ഈ പണിയൊക്കെ ചെയ്യുന്ന ദൈവമാണ് ഇവിടെ പരിശുദ്ധിയെക്കുറിച്ച്, മറ്റൊരു ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വാചകമടിക്കുന്നത്. ഏജന്റുമാരെ, വെളിച്ചപ്പാടുകളെ, മനുഷ്യരെ, മനുഷ്യൻ്റെ ഭാഷ, മനുഷ്യൻ്റെ നാക്ക്, മനുഷ്യൻ്റെ വാക്ക്, ഇതൊക്കെ കടമെടുത്തിട്ട് മനുഷ്യരോട് ആശയവിനിമയം നടത്തുന്ന ഒരാൾ ആശ്രയം വേണ്ടാത്ത ആളാണ് എന്നും പരിശുദ്ധനാണ്, പരിപൂർണനാണ് എന്നും, കുൻ പറഞ്ഞാൽ എന്തും സാധ്യമാകുന്ന ആളാണ് എന്നും വീമ്പ് പറഞ്ഞാൽ ആ വീമ്പ് പറച്ചിലും ഈ പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ല എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന കാര്യമല്ലേ? എന്തിനാണ് ദൈവം ഒളിച്ചിരുന്നിട്ട് ഏജന്റുമാരെ അയക്കുന്നത്? ഒളിച്ചിരുന്നിട്ട് ഈ കപട നാടകം കളിക്കേണ്ട ആവശ്യം എന്താണ്? ഇവിടെ എന്തൊക്കെ നടക്കണം എന്നുള്ള മുൻകൂട്ടി നിശ്ചയിച്ച് കിതാബിൽ എഴുതി വെച്ചിട്ട് എല്ലാം മാർക്കിട്ട് വെച്ചതിന് ശേഷം ഇവിടെ പരീക്ഷ നടത്തുകയാണ്. ക്രൂരമായ ഒരു പ്രഹസന പരീക്ഷ, ക്രൂരമായൊരു പരീക്ഷ നാടകം നടത്തിയിട്ട് ആകാശത്തിൻ്റെ തട്ടുമ്പുറത്ത് ഇയാൾ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പരീക്ഷയിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ച് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓലൊക്കെ പിടിച്ച് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഹലാക്കിൻ്റെ ഒരു നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യനെയും ഭൂമിയും ഉണ്ടാക്കുന്നതിന് മുമ്പ് നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നരകത്തിൻ്റെ പക്കത്ത് പോയിട്ട് എൻ്റെ പള്ള നിറച്ചു തരാം എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഇയാൾ വരുന്നത്. എന്നിട്ട് ഈ നരകത്തിൻ്റെ പള്ള നിറക്കാൻ വേണ്ടിയിട്ട് ഈ കപട നാടകം ഇവിടെ കളിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്ത്താന്മാരെയും പിശാചുക്കളെയും മൂപ്പര് കയറൂരി വിട്ടിരിക്കുകയാണ് മനുഷ്യരെ വഴിപഴപ്പിക്കാൻ. എന്നാൽ ചെയ്ത്തന്മാർ മനുഷ്യരെ വഴിപഴപ്പിക്കുമ്പോൾ മൂപ്പര് പറയുന്നത് ചെയ്ത്താന്മാരല്ല, ഞാനാണ് പഴപ്പിക്കുന്നത്, ചെയ്ത്താൻ പഴപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ 100 ഇരട്ടി സ്ഥലത്ത് ഞാനാണ് പഴപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ചെകുത്താനാവുന്നുണ്ട് ഈ ഖുർആനിൽ. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും അന്തസ്സിനും നിരക്കുന്ന കാര്യമാണ്. സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ താനാണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും തനിക്ക് വേണ്ട ഇടപാട് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടും ഈ മനുഷ്യരെ പരസ്പരം വാളുകൊണ്ട് കഴുത്ത് വെട്ടിച്ച് യുദ്ധം ചെയ്യിച്ചിട്ട് ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത് വെട്ടാനും കുത്താനും കൂടുന്ന ഒരാശാനാണ് ഈ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു. ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും അന്തസ്സിനും ചേർന്ന പണിയാണോ ഇതൊക്കെ? സ്വന്തം സൃഷ്ടികളെ തല്ലിക്കുക, തമ്മിൽ കഴുത്ത് വെട്ടിക്കുക, എന്നിട്ട് ഓല് വെട്ടിയിട്ട് മതിയാഭാഗത്തിന് മൂപ്പര് വാളും കൊണ്ടുവന്നിട്ട് വെട്ടാൻ കൂടിക്കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക, വാളിറക്കി കൊടുത്തിട്ട് ഇരുമ്പിറക്കി കൊടുത്തിട്ട് ഇന്നാരാ സഹായിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ കഴുത്ത് വെട്ടുന്നത് കണ്ട് ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് ഒളിച്ചിരുന്നിട്ട് അത് കണ്ട് ആസ്വദിക്കുക. എന്നിട്ട് ഈ മനുഷ്യരെ കരുതിക്കൂട്ടി വഴിതെറ്റിച്ചിട്ട് നരകത്തിലിട്ട് നിറച്ച് ശാശ്വതമായി ആ നരകത്തിൽ ഈ കുറഞ്ഞ കാലം ഇവിടെ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ, അത് മൂപ്പര് തീരുമാനിച്ചതനുസരിച്ച് ചെയ്തതിൻ്റെ പേരിൽ കലാകാലം ഈ നരകത്തിലിട്ടിട്ട് കത്തിക്കുക. എന്നിട്ട് അവിടെ കിടന്ന് മനുഷ്യനിങ്ങനെ പൊള്ളുന്നതും കരയുന്നതും അവിടെ ഇരുന്ന് നോക്കിയിരുന്ന് ഇങ്ങനെ രസിക്കുക. 1999 ആളും നരകത്തിലും ഒരാൾ സ്വർഗത്തിലും എന്നാണ് കണക്ക്. അങ്ങനെ ഒരാൾ 1.1% ആൾക്കാരെ മാത്രം സ്വർഗത്തിലിട്ടിട്ട് അവിടെ കള്ളും പെണ്ണും കൊടുത്ത് അവരെ സൂചിപ്പിക്കുക. ബാക്കിയുള്ള ഇത്രയും ആൾക്കാരെ, ഇതിൻ്റെ എത്രയോ ഇരട്ടി ആൾക്കാരെ അപ്പുറത്ത് നരകത്തിലിട്ടിട്ട് കത്തിക്കുക. എന്നിട്ട് ഇത് രണ്ടും കണ്ടിട്ട് മൂപ്പരാകാശത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈയൊട്ടിച്ചിരിക്കുക. എന്തൊരു പരിശുദ്ധി, എന്തൊരു അന്തസ്സുള്ള ദൈവമാണിത്. ഇതൊക്കെ ഒരു മരുഭൂമിയിൽ ജീവിച്ച, ആ മരുഭൂമിയുടെ സകലമാന വരൾച്ചയും ബാധിച്ച ഒരു മനുഷ്യ മനസ്സിൻ്റെ വരണ്ട ചിന്തയിൽ നിന്നുണ്ടായ വൃത്തികേടുകളല്ലാതെ മറ്റെന്താണ്? മരുഭൂമിയിലെ വരൾച്ച മുഴുവനും നിങ്ങൾക്ക് ഈ ദൈവത്തിൽ കാണാം, ഈ ഖുർആൻ പരിചയപ്പെടുന്ന അള്ളാഹുവിൽ കാണാം. ഒരു നനവില്ലാത്ത, ഒരു സ്നേഹമില്ലാത്ത, ഒരു മനുഷ്യപ്പറ്റുമില്ലാത്ത, ഒരാർദ്രതയുമില്ലാത്ത കൊടും ക്രൂരനായ ഒരു വരണ്ട ദൈവം, അതാണ് ഖുർആനിലെ അള്ളാഹു. ആ വരണ്ട ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റൊരു ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വാചകമടിക്കുന്നത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാവുക വഴി അത് വിഗ്രഹാരാധനയിലേക്കൊക്കെ നയിക്കുമെന്നാണ് ഒരു ആരോപണം. ക്രിസ്തുവിൻ്റെ രൂപവും ക്രിസ്തുവിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ആരാധന നടത്തുന്നുണ്ടല്ലോ, അത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയൊക്കെ ദൈവത്തിന് ഭയങ്കരമായ വെറുപ്പുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ആരാ പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധന നടത്തുന്ന കൂട്ടർ. മക്കയിൽ ഉണ്ടാക്കി വെച്ച ഒരു കരിങ്കൽ മണ്ഡപത്തിൻ്റെ നേരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും തിരിഞ്ഞുകുത്തി മൂക്കുകുത്തി നിസ്കരിക്കുന്ന ആ മതത്തിൻ്റെ ആൾക്കാരാണ് ക്രിസ്ത്യാനിക്ക് നേരെ വിഗ്രഹാരാധന എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ കരിങ്കൽ മണ്ഡപത്തിൻ്റെ ചുറ്റും പോയിട്ട് തവാഫ് ചെയ്യുക, അവിടെ പോയിട്ട് ബലി നടത്തുക, അവിടെ പോയിട്ട് മുടി മുട്ട അടിക്കുക, അവിടെ പോയിട്ട് കല്ലെടുത്തെറിയുക, അവിടെ പോയിട്ട് അണ്ടർവെയർ ഇല്ലാതെ നടക്കുക, ഈ മാതിരി
സകലമാന വിഗ്രഹാരാധനയും അവിടെ പോയി നടത്തുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും വിഗ്രഹാരാധന ദൈവത്തിൻ്റെ പരിശുദ്ധി പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ പോകുന്നത്. ഇതൊക്കെ ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്ന പണിയാണോ? മനുഷ്യർ സന്തോഷിക്കുന്നതാണ് ഈ ദൈവത്തിന് ഏറ്റവും വലിയ കലിപ്പുണ്ടാക്കുന്ന കാര്യം. ഈ മതം മനുഷ്യരോട് പറയുന്നത് ഒരിക്കലും ചിരിക്കരുത് എന്നാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ചിരിക്കുന്നത് കണ്ടാൽ മുഹമ്മദ് അവിടെ പോയിട്ട് നിങ്ങളിപ്പോൾ ചിരിച്ചാൽ നാളെ കരയെന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കരുത്. അങ്ങനെ ചിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത, സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാത്ത, സ്നേഹം ഇഷ്ടമല്ലാത്ത, നന്മ ഇഷ്ടമല്ലാത്ത, കലയും സംഗീതവും മനുഷ്യന് സന്തോഷം നൽകുന്ന ഒരു കാര്യവും ഇഷ്ടമില്ലാത്ത ഒരു വരണ്ട മരുഭൂമിയാണ് മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ അത്ര ദൈവം എന്ന സങ്കല്പത്തെ മാനം കെടുത്തുന്ന, ദൈവം എന്ന സങ്കല്പത്തിൻ്റെ പരിശുദ്ധി കെടുത്തുന്ന വേറൊന്നും ലോകത്തില്ല. അള്ളാഹുവാണ് ദൈവത്തെ അപമാനിക്കുന്നത്. അള്ളാഹു എന്ന സങ്കല്പമാണ് ദൈവത്തിന് ഏറ്റവും വലിയ കളങ്കമായിട്ടും അപമാനമായിട്ടും മാറിയിട്ടുള്ളത് എന്നാണ് ഈ ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ യുക്തിപരമായി വിമർശനം ഉന്നയിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾക്ക് തിരിച്ച് നമ്മളോട് പറയാനുള്ള ഒരു വാദമുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ യുക്തി കൊണ്ടാണെന്ന് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ക്രൂരത, അതിലുള്ള വൈരുദ്ധ്യങ്ങൾ, അതിലുള്ള യുക്തിരാഹിത്യം, ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യാനോ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കാനോ പാടില്ല. കാരണം നമ്മളുടെ യുക്തിക്ക് പരിമിതിയുണ്ട്. നമ്മളുടെ യുക്തിയുടെ പരിമിതി കാരണം നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടി ഇതൊക്കെ വിശ്വസിച്ചാൽ മതി എന്നാണ് പിന്നീടുള്ളവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ കൂട്ടരെ, ഇതേ വാദം നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന മറ്റു മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൂടെ? ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നതും ദൈവം പുത്രനായി ജനിക്കണമെന്ന് തീരുമാനിച്ചതും പുത്രനായി വന്നിട്ട് മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചതൊക്കെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം തീരുമാനിച്ച കാര്യമാണ്. അതിൻ്റെ യുക്തിയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങളെ യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് ഈ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനോട് പറഞ്ഞൂടെ? ക്രിസ്ത്യാനിയുടെ തൃത്വം അതൊന്നും നിങ്ങളെ യുക്തിക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ യുക്തിയുടെ പരിമിതി കൊണ്ടും കുഴപ്പം കൊണ്ടാണ്. അതല്ലാതെ തൃത്വത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഞങ്ങളുടെ മതത്തിൻ്റെയും കുഴപ്പം കൊണ്ടല്ല എന്ന് ക്രിസ്ത്യാനിക്ക് തിരിച്ച് മുസ്ലിമിനോട് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അപ്പോൾ സാമാന്യമായ യുക്തി കൊണ്ട് പരിശോധിച്ചാൽ അങ്ങേയറ്റം യുക്തിരഹിതമായിട്ടുള്ള മണ്ടത്തരം മാത്രമായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ യുക്തി അന്വേഷിക്കാൻ പോവുകയും ആ യുക്തി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മതത്തിൻ്റെ കിതാബിൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെന്ത് അർത്ഥമാണുള്ളത്? അതേ വാദം എല്ലാ വിശ്വാസികൾക്കും ബാധകമല്ലേ? മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ് മനുഷ്യർക്ക് ഒരു ദൈവത്തിനെക്കുറിച്ചും ഇതുപോലെയൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത്. അതുകൊണ്ട് ഏത് ദൈവം പറഞ്ഞാലും ആ പറഞ്ഞത് അങ്ങ് അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് എല്ലാ മതക്കാർക്കും തീരുമാനമെടുത്തൂടെ? അപ്പോൾ പിന്നെ ഏത് മതം സ്വീകരിച്ച് ഏത് മതം അനുസരിച്ച് ജീവിച്ചാലാണ് നാളെ നമുക്ക് ദുഃഖിക്കേണ്ടാത്ത ഇടം, സ്വർഗം കിട്ടുക, നരകം കിട്ടാതിരിക്കുക എന്നെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ച്, എന്ത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മതമാണോ ആ മതമാണോ മറ്റേ മതമാണോ ശരിയെന്ന് തീരുമാനിക്കുക? ഇവിടെ ഒരൊറ്റ പടച്ചോൻ തന്നെയാണ് ഈ 3 മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഈ കഥ പറയുന്നത്. ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും. ഇത് മൂപ്പർ ഒരു മതമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു പോലും, എന്നിട്ട് മനുഷ്യന്മാർ പേപ്പിച്ചതാണെന്നാണ് പറയുന്നത്. ഈ മനുഷ്യന്മാർ പേപ്പിച്ചിട്ട് ഇത് ഒരു മതമാണ് എന്നതിൻ്റെ ഒരു സൂചന പോലും എവിടെയും ബാക്കിയില്ലാത്ത വിധം ഈ മതങ്ങളൊക്കെ നശിപ്പിച്ച് അതിൻ്റെ കിതാബുകളിലൊക്കെ മാറ്റം വരുത്തി ഇതൊക്കെ നാശമാക്കിയപ്പോൾ ഇതിൻ്റെ പേരിൽ 3 കൂട്ടരും പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവം കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ 3 മതത്തിൽ ഏതെങ്കിലും ഒന്നാണ് ശരിയെങ്കിൽ അതിലേതാ ശരിയെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? അതിപ്പോൾ ഇത് നോക്കിയിട്ട് മറ്റേതിൻ്റെ വിലയിരുത്താൻ പറ്റില്ലല്ലോ. മറ്റേ നോക്കിയിട്ട് ഇതിനെ വിലയിരുത്തി ഇത് ചെലുത്താൻ ഇറക്കിയതാണ്. ക്രിസ്ത്യാനിയുടെ സിദ്ധാന്തം അനുസരിച്ച് ബൈബിളിലെ കഥകളൊക്കെ വായിച്ചിട്ട് നമ്മൾ മുഹമ്മദിൻ്റെ ഓരോരോ ഏർപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ, മുഹമ്മദിൻ്റെ വെളിപാടിൻ്റെ നിലവാരമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഒരു ചെയ്ത്താൻ്റെ ദൂതനോ അല്ലെങ്കിൽ ചെയ്ത്താനോ ആയിരിക്കാനാണ് സാധ്യത. ഈ കിതാബ് തന്നെ ഒരു ചെയ്ത്താൻ്റെ കിതാബ് ആവാനാണ് സാധ്യത. ഇതിൽ ചെയ്ത്താൻ ആയത്തിറക്കലുണ്ടെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇടക്കിടക്ക് ചെയ്ത്താൻ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും, ആയത്തിറക്കും. പിന്നെ അള്ളാഹു തിരുത്തലാണെന്ന് പറഞ്ഞത്. അള്ളാഹു തിരുത്താൻ ബാക്കി വെച്ചതാണെങ്കിലോ ഇത് മുഴുവൻ ചെയ്ത്താൻ്റെ വചനങ്ങളും അള്ളാഹു എന്തെങ്കിലും നാളെ തിരുത്താനാണ് കാത്തിരിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ വേറെ പഠിച്ചോനാണ് യഥാർത്ഥ പഠിച്ചോൻ ഇതൊക്കെ ചെയ്ത്താൻ്റെ ആണെങ്കിൽ ഇത് വിശ്വസിച്ച് നാളെ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ചങ്ങലക്കിട്ട് നേരെ തിജിൽ കൊണ്ടിടൂലേ, നരകത്തിൽ കൊണ്ടിടൂലേ?
അപ്പോൾ അയ്യടാ നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ? അപ്പോൾ നമുക്ക് ഇതാണോ ശരി അതാണോ ശരി എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? എന്ത് മാനദണ്ഡം ഉപയോഗിച്ച്, എന്ത് അളവുകോൽ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ പരിശോധിക്കും? സാമാന്യ യുക്തി കൊണ്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ അന്തസ്സ് എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന് യോജിച്ചതാണോ നിങ്ങളുടെ കിതാബിൽ പരിചയപ്പെടുത്തുന്ന ഞാനിപ്പോൾ ഈ പറഞ്ഞ ദൈവം? അശേഷം അന്തസ്സില്ലാത്ത, അശേഷം പരിശുദ്ധിയില്ലാത്ത, അങ്ങേയറ്റം വരണ്ട ഒരു ദൈവസങ്കല്പത്തെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ദൈവത്തിൻ്റെ വായിലൂടെ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരസ്പര വിരുദ്ധമാണ്. അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വെട്ടിവിഴുങ്ങുക? അപ്പോൾ യുക്തിക്ക് പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ യുക്തിയുടെ പരിമിതി ബാക്കിയുള്ളവർക്ക് ബാധകമല്ലേ? പിന്നെ അവരുടെ വിശ്വാസം തെറ്റാണ് എന്ന് നിങ്ങളെങ്ങനെയാണ് പറയാം? ഇതാണ് ഞാൻ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റു മതക്കാരെ മേക്കിട്ട് കയറാൻ പോകണ്ട, മറ്റു മതക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്ന് പറയാൻ പോകണ്ട. നമ്മുടെ ഇതുപോലുള്ളൊരു നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും ശിഥിലീകരണം ഉണ്ടാക്കാനും മാത്രമേ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് കഴിഞ്ഞു കുടിക്കും, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചൊറിയാനും മാന്താനും നിങ്ങൾ പോകണ്ട എന്ന് കിട്ടിയ അവസരങ്ങളിലെല്ലാം വരെ മുഖത്ത് നോക്കിയിട്ട് നേരിട്ടും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ മതം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേഹസംവാദം നടത്തിക്കൊണ്ട് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന കൂട്ടർ, ഈ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും ഒക്കെ ആൾക്കാരെ പല വേദികളിലും പോയിട്ട് ഞാൻ ഇത് ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. യുക്തി കൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ മറ്റു മതങ്ങളിലുള്ള യുക്തിരാഹിത്യത്തെക്കാൾ എത്രയോ ഭീകരമായ യുക്തിരാഹിത്യവും വൈരുദ്ധ്യവും നിങ്ങളുടെ വിശ്വാസത്തിലുണ്ട്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്താനുള്ള യാതൊരു അർഹതയും ഈ വിശ്വാസത്തിനില്ല. അത് സ്വയം മനസ്സിലാക്കിയിട്ട് സ്വന്തം വിശ്വാസവുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതി, മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാൻ പോകണ്ട. അത് നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര നാട്ടിൽ വലിയ അപകടം ഉണ്ടാക്കും. ഇതാണ് കഴിഞ്ഞ 50 കൊല്ലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം. ഞാൻ അത് പറയാൻ വേണ്ടി തന്നെയാണ് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളതും. വിശ്വാസം നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. കാരണം ഇതൊക്കെ മണ്ടത്തരാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളെ പോലെ മുനാഫിക്കായിട്ട് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. വേണമെങ്കിൽ ഇത് തന്നെ കച്ചവടം ചെയ്തിട്ടും ജീവിക്കാം. അതൊക്കെ മുന്നിലുണ്ടായിട്ടും ഇതിനെതിരായിട്ട് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള കാരണം തന്നെ ഈ പറഞ്ഞതാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ വിഭാഗീയമായി വേർതിരിച്ച് തമ്മിലടുപ്പിക്കുന്ന ഏർപ്പാട് ശരിയല്ല. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളുമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശവും അവസരവും ലോകത്തെല്ലായിടത്തും ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലുള്ള രാജ്യത്തും ഉണ്ടാവണം. അത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ശിഥിലീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തരുത്. ഒരു മതവും വേറൊരു മതത്തിൻ്റെ മേക്കിട്ട് കയറാൻ പോകരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മേക്കിട്ട് കയറാൻ പോകുന്നതിൻ്റെ കാരണം ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ മേക്കിട്ട് കയറലേ ഉള്ളൂ. ഇത് വിശ്വസിക്കാത്തവരൊക്കെ അക്രമികൾ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ അക്രമികളൊക്കെ പോയി നേരിടണം എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ നേരിടലിന് 2-3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതിന് ദൈവ ഉത്ബോധനം ഒരു ഘട്ടമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ അക്രമം അടുത്ത ഘട്ടമാണ്. അങ്ങനെയാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മതം ലോകത്തെല്ലായിടത്തും വയലൻസിൻ്റെ മാർഗത്തിലേക്ക് തിരിയുന്നത്. ഇതിനകത്തുനിന്ന് ഭീകരവാദികൾ ഉണ്ടാവുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും അപകടം പിടിച്ച ഒരു ദർശനമാണ് ഇവിടെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ചൊറിയാൻ വേണ്ടി ഇത്തരത്തിലുള്ള യുക്തിരഹിതമായ വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും എടുത്ത് അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത വാക്യം മുതൽ കഥ മാറുകയാണ്. ഇനി അബ്രഹാമിൻ്റെയും മറ്റു പ്രവാചകന്മാരുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇസ്ലാമിൻ്റെ വരണ്ട തൗഹീദിലേക്ക് കടക്കുകയാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.